ഉച്ചത്തേക്ക് ചോറിന് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പ്ലേറ്റ് കാലിയാകുന്നതറിയില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളി പിഴിഞ്ഞ വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അയില വെച്ച് കൊടുക്കാം. എന്നിട്ട് അയിലയുടെ എല്ലാ ഭാഗത്തും മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം. ബാക്കിയുള്ള മസാല നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നീട് കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു അരക്കപ്പ് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ശേഷം തക്കാളിയും പച്ചമുളകും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ഉടഞ്ഞു വന്നാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാലയും ചേർത്ത് വഴറ്റുക. നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഗ്രേവി നിരത്തി കൊടുക്കാം. മാറ്റി വെച്ചിട്ടുള്ള അയില ഇതിൽ നിരത്തി വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചതിന് ശേഷം ഓഫാക്കി എടുക്കാം. നമ്മുടെ അയില പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.